ഗുഡ് മോർണിംഗ്. അന്നേരം രാവിലെ തന്നെ പൊന്നൂസിനെ കൊണ്ട് ഇസ്തിരിയൊക്കെ ഇടിച്ചിട്ട് എങ്ങോട്ടാണ് യാത്ര എന്നായിരിക്കും ചിന്തിക്കണം കേട്ടോ. ഞാൻ പോകാൻ വേണ്ടിയൊക്കെ റെഡി ആവാന്നൊക്കെ വിചാരിച്ച് നിന്നതായിരുന്നു. പിന്നെ എൻ്റെ പോക്കിന് മാറ്റം എന്താ സംഭവിച്ചു കേട്ടോ. കുഞ്ഞാപ്പൂ ശ്യാമേട്ടനും കൂടെ രാവിലെ തന്നെ കടയിൽ പോയിട്ട് നല്ല തണുപ്പത്ത് നല്ല ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ മോള് പോയിട്ട് രാവിലെ തന്നെ കടയിൽ പോയി ഐസ്ക്രീമും കൊണ്ടുവന്ന് 8 മണിയാകുമ്പോഴത്തേക്ക് ഐസ്ക്രീം തീറ്റ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒന്ന് ചൂരമീനാണ് കേട്ടോ രാവിലെ കറിക്ക് കൊണ്ടുവന്നത്. പിന്നെ കപ്പയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ തക്കാളി വാങ്ങിക്കാൻ പോയപ്പോഴേ കുഞ്ഞാപ്പൂന് അവിടെ നിന്ന് 2 വാച്ച് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ മിഠായിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ചേട്ടൻ കൊടുത്താന്ന് തോന്നുന്നുണ്ട്. അതിട്ടിട്ട് ഭയങ്കര സ്റ്റൈലിംഗ് ആണ്. ആൾ എന്തൊക്കെയൊക്കെയോ കഥകളൊക്കെ പറയുന്നുണ്ട്. അതായത് ഞാൻ പോകാൻ വേണ്ടി റെഡിയായി നിന്ന് നമ്മളെ പൊന്നൂസിൻ്റെ കൂടെ പൊന്നൂസിന് SPCൻ്റെ വയനാട് ജില്ലാതല കിസ് കോമ്പറ്റീഷനിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം അതിന് വേണ്ടിയിട്ട് അവളെ കൂടെ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അന്നേരം പിന്നെ നമ്മളെ തറയിൽ നിന്ന് മണ്ണിടാൻ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം ഇന്ന് ഉച്ചൻ്റെ ശേഷമാണ് JCB കാരൻ വരുന്നത്. അന്നേരം പിന്നെ അച്ഛനും മോളും കൂടെ പോകാമെന്ന് വെച്ചു. എൻ്റെ യാത്രയ്ക്ക് മാറ്റം വന്നു കേട്ടോ. അന്നേരം ഞാൻ എന്തായാലും മടിച്ച് നിൽക്കുമായിരുന്നു. എനിക്ക് പോകാനൊന്നും വയ്യായിരുന്നു. പിന്നെ അച്ഛൻ പോകാൻ ആളില്ലെങ്കിൽ പിന്നെ നമ്മൾ പോകാൻ വേണമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പോകാമെന്ന് വിചാരിച്ചു. കാരണം മാനന്തവാടിയിൽ നിന്ന് കുറച്ച് ദൂരം കൂടി പോകാനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മീനിത കറി വയ്ക്കാനും വറക്കാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പൊന്നുകുട്ടി അച്ഛനും കൂടെ ഇതാ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, ബൈ.